أعوذ بالله من الشيطان الرجيم إن الذين كفروا ويصدون عن سبيل الله والمسجد الحرام الذي جعلناه للناس سواء العاكف فيه والباد ومن يرد فيه بإلحاد بظلم نذقه من عذاب أليم. ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, പരിശുദ്ധ ഖുർആൻ പഠനത്തിനു വേണ്ടി പ്രഭാത സമയത്ത് ഒരുമിച്ച് കൂടിയതിൻ്റെ ഒരു മജ്ലിസിന്റെ എല്ലാവിധ ഫദലുകളും പുണ്യവും പ്രതിഫലവും അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗികളായ നമ്മുടെ സഹോദരങ്ങൾക്ക് അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. പല സഹോദരങ്ങളും ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ചയിൽ ഉംറയ്ക്ക് വേണ്ടി നമ്മുടെ പഠിതാക്കളിൽ പലരും ഫാമിലിയായിട്ട് പ്രദേശത്തുനിന്ന് പോകുന്നുണ്ട്. അല്ലാഹു അവരുടെ യാത്ര എളുപ്പമാക്കി കൊടുക്കുകയും പ്രവർത്തനങ്ങളെല്ലാം പൂർണ്ണമായും പൂർത്തിയാക്കി സന്തോഷത്തോടെ തിരിച്ചു വരാനും അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മൾ വിജ്ഞാനത്തിന്റെ ഒരു സദസ്സിൽ ഖുർആൻ പഠിക്കണമെന്ന ആഗ്രഹത്തിൽ ഒരു വേദിയിലിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവണം, വിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ വഹയാണ്. അത് പഠിക്കുക എന്നത് കാലങ്ങളോളം 1400 കൊല്ലത്തിന്റെ പാരമ്പര്യമുള്ള ഒരു മഹത്തരമായ കർമ്മമാണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുത്ത ഹദീസുകളും പ്രാധാന്യം അർഹിക്കുന്നതാണ്. രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വിട്ടേച്ചു പോകുന്നു, അത് രണ്ടും മുറുകെ പിടിച്ചാൽ നിങ്ങൾ പിഴക്കൂല എന്ന് പറഞ്ഞതിൽ കിതാബല്ലാഹി വ സുന്നത്ത് റസൂലി, ഇത് രണ്ടും വേണം. അല്ലാഹുവിന്റെ കിതാബ് ഖുർആനാണ്, സുന്നത്ത് റസൂലി ഹദീസാണ്. ഖുർആൻ തന്നെയും കൽപ്പിക്കുന്ന സമയത്ത് പറയുന്നത് കാണാം, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കണം, റസൂലിനെ അനുസരിക്കണം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാറുണ്ട്, അല്ലാഹുവിനെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ അത് ഖുർആനാണ്, റസൂലിനെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ അത് ഹദീസാണ്. എന്തുകൊണ്ട് ഹദീസും നമ്മൾ പഠിക്കണമെന്ന് പറയാനുള്ള കാരണം, വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. നബി തങ്ങൾ സംസാരിച്ചത് മുഴുവൻ വഹയാണ്. വഹിയല്ലാത്തൊരു കാര്യം നബി സംസാരിച്ചിട്ടില്ല. ഒരു കാര്യം വേണ്ടാന്ന് പറഞ്ഞത് വഹീന്റെ അടിസ്ഥാനത്തിലാണ്. ഒരു കാര്യം അനുവദിച്ചു എന്ന് പറഞ്ഞാൽ അത് വഹീന്റെ അടിസ്ഥാനത്തിലാണ്. ഒരു കാര്യം നിരോധിച്ചിട്ടുണ്ടെങ്കിൽ അത് വഹിയാണ്. അതുകൊണ്ടാണ് സ്വഹാബത്ത് ഖുർആനിന്റെ ക്രോഡീകരണം കഴിഞ്ഞപ്പോൾ ഹദീസുകൾ ക്രോഡീകരിക്കണമെന്ന ചർച്ചയിലേക്ക് വന്നത്. അതുകൊണ്ടാണ് മഹാരഥന്മാരായ പണ്ഡിതന്മാർ ഇമാം മാലിക് തന്റെ മുവത്തയിൽ വലിയ പ്രാധാന്യത്തോടെ ഹദീസുകൾ ക്രോഡീകരിച്ച് തുന്നിച്ചേർത്ത ആദ്യത്തെ ഹദീസ് സമാഹാര ഗ്രന്ഥം ഇമാം മാലിക് റഹിമഹുല്ല എഴുതിയ അൽ മുവത്തയാണ്. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ബിദായ വന്നിഹായിലൊക്കെ പറയുന്നുണ്ട്, ഹദീസുകളുടെ ചരിത്രം വായിക്കുമ്പോൾ ഇമാം മാലിക് ആദ്യം അത് തുടക്കം കുറിച്ചു. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അതിനുവേണ്ടി ത്യാഗം ചെയ്ത് അതിന്റെ ലഈഫും സ്വഹീഹും വേർതിരിക്കാൻ വേണ്ടി അന്വേഷണ യാത്രകൾ നടത്തിയ ചരിത്ര സംഭവങ്ങൾ. എന്തിനാണ് ഹദീസ് ശേഖരിക്കാൻ ഇത്ര മെനക്കെടുന്നത് എന്ന് ചോദിച്ചാൽ, ഒരു സുന്നത്ത് ഹയാത്തിലാക്കാൻ, ഒരു സുന്നത്ത് നാട്ടിൽ നിലനിൽക്കാൻ വേണ്ടിയാണ് ആ ശ്രമം ഉണ്ടായത്. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിന്റെ ചരിത്രം പറയുന്നത് കാണാൻ സാധിക്കും. 7-ാം വയസ്സിൽ വിശുദ്ധ ഖുർആൻ മനപ്പാഠമാക്കി. പിന്നെ ഇമാം മാലിക്കിന്റെ മുവത്ത എന്ന ഹദീസ് ഗ്രന്ഥം മനപ്പാഠമാക്കി. ഖുർആനെ പോലെ അവർ ഹദീസിനെ കണ്ടു. നമ്മൾ ഈ സദസ്സിലിരുന്ന് ഖുർആനിലെ ആയത്ത് ചോദിച്ച കുറെ ആൾക്കാർ ഉത്തരം പറയും. എത്ര ഹദീസ് പറയാൻ പറ്റും നമ്മളോട് ചോദിച്ചാൽ നമുക്ക് എത്ര പേർക്ക് 1-2 ഹദീസ് പൂർണ്ണമായി പറയാൻ കഴിയുമോ? നമ്മൾ അതിനെ പരിഗണിക്കേണ്ടതുണ്ട്. ഒരു ദിവസം ഒരു ഹദീസ്, ചെറിയ ഒറ്റ വാചകം ഉണ്ടാവുള്ളൂ. ഖുർആനിലെ സൂറത്തുകളാണല്ലോ, ഹദീസുകൾ ഒറ്റ വാചകങ്ങളാണ്. ലാ യസാലു ലിസാനുക റത്ബൻ മിൻ ദിക്രില്ലാഹ്, ഹദീസ് അവസാനിച്ചു.
ലാ യദ്ഖുലുൽ ജന്നത ഖാത്തിഉൻ. ഒരു ഹദീസ് അവസാനിച്ചു. അങ്ങനെ അതിന്റെ അർത്ഥവും സാരാംശവും ഒക്കെ പഠിക്കാൻ പറ്റുന്ന പീസ് റേഡിയോയിലൊക്കെ പ്രത്യേക സൗകര്യം ഹദീസ് പഠനം എന്ന പേരിൽ തന്നെ അതിന് 3 മിനിറ്റിന്റെയും 4 മിനിറ്റിന്റെയും ഒക്കെ ചെറിയ ചെറിയ വോയിസുകളായിക്കൊണ്ട് പീസ് റേഡിയോയിൽ ഇപ്പോഴും അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ ദിവസവും തിരുമൊഴികൾ എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകന്റെ ഏതെങ്കിലും ഒരു ഹദീസ് പരിചയപ്പെടുത്തുന്ന 5 മിനിറ്റിന്റെ ഒരു സാരോപദേശമുണ്ട്, തിരുമൊഴികൾ എന്ന് പറയുന്നത്. അതിലെ ഹദീസിന്റെ റാവിയെയും ഹദീസിനെയും അതിന്റെ സാരാംശത്തെയും നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ കഴിയും. ഇപ്പൊ നമുക്ക് ഹദീസുകൾ തേടി യാത്ര പോകേണ്ടത് ആവശ്യമില്ല. തുറന്നാൽ അതിന് ആപ്പുണ്ട്. ആ ആപ്പിൽ ഹദീസിന്റെ ഒന്നാമത്തെ പദം അടിച്ചു കൊടുത്താൽ, ഏതെങ്കിലും വാക്ക് അടിച്ചു കൊടുത്താൽ ഹദീസിന്റെ മൊത്തം വിവരങ്ങൾ കിട്ടിത്തരും. ഷറഹ്, വിശദീകരണം അടക്കം എന്ന് പഠിക്കാൻ ശ്രമിക്കും. നമുക്ക് നമ്മുടെ കീഴിൽ തന്നെ കുല്ലിയത്തുൽ ഹദീസ് എന്ന് പറയുന്ന സ്ഥാപനമുണ്ട് ജാമിഅൽ ഹിന്ദിൽ. കുല്ലിയത്തുൽ ഹദീസ്, ഹദീസ് മാത്രം പഠിക്കാൻ ഒരു കോളേജ്. അതിൽ 10 വിദ്യാർത്ഥികളുണ്ട്. അവർക്ക് പൈസ അങ്ങോട്ട് കൊടുത്തിട്ടാണ് അവരെ പഠിപ്പിക്കുന്നത്. കാരണം അവർ ത്യാഗമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ പ്രമാണങ്ങളെ, മൂല്യങ്ങളെ സ്വീകരിക്കാനും പഠിക്കാനും പ്രചരിപ്പിക്കാനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ ഇന്നൊരു ഹദീസ്, നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട ഹദീസ് വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട സ്വഹാബി വര്യൻ അബൂ ദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ്. അവിടുന്ന് ഒരു ദിവസം ചോദിക്കുകയാണ്, ഖുൽതു, ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അയ്യ മസ്ജിദിൻ വുദിഅ അവ്വൽ, ആദ്യമായി ലോകത്തുണ്ടാക്കിയ പള്ളി ഏതാണ്? ആദ്യമായി ലോകത്തുണ്ടാക്കിയ പള്ളി ഏതാണ്? അതിന്റെ മറുപടി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മസ്ജിദുൽ ഹറാം. ഒന്നാമതുണ്ടാക്കിയ ഏറ്റവും പ്രാധാന്യ കഅബയും മസ്ജിദുൽ ഹറമും അടങ്ങുന്ന മസ്ജിദുൽ ഹറമിനെ ചേർത്തുകൊണ്ട് അങ്ങ് പറയാം. ഖുൽതു, ഞാൻ ചോദിച്ചു, സുമ്മ അയ്യ, അത് കഴിഞ്ഞാൽ ഏതാണ് നബിയേ? അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്, ബൈത്തുൽ മുഖദ്ദസി. ഇന്ന് ഫലസ്തീനിലുള്ള ബൈത്തുൽ മുഖദ്ദസ് എന്ന പുണ്യഭൂമിയിൽ ഉണ്ടാക്കിയിട്ടുള്ള പള്ളിയാണ്. ഖുൽതു, ഞാൻ ചോദിച്ചു, കം ബൈനഹുമാ, ഇത് രണ്ടും തമ്മിൽ എത്ര വർഷങ്ങളുടെ ഗ്യാപ്പിലാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്? കഅബാലയത്തിന്റെ ബൈത്തുൽ മസ്ജിദുൽ ഹറം ഉണ്ടാക്കലും അത് കഴിഞ്ഞ് എത്ര കൊല്ലം കഴിഞ്ഞിട്ടാണ് ബൈത്തുൽ മുഖദ്ദസ് ഉണ്ടാക്കിയത്? ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 40 സന, 40 കൊല്ലമാണ് അതിനിടയിലുള്ള ഗ്യാപ്പ്. ഒരു ഹദീസ് നമ്മൾ വായിച്ചു. എന്താണ് ഹദീസിന്റെ പാഠം? അത് കേട്ട സ്വഹാബി അബൂ ദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തു. നബി തങ്ങളോടുള്ള ചോദ്യങ്ങളായിരുന്നു. 2 പള്ളികളുടെ പേരുകൾ പ്രത്യേകം പരാമർശിക്കപ്പെട്ടു. അങ്ങനെ ഓരോ ഹദീസുകൾ ഇങ്ങനെ വിശദീകരിക്കപ്പെട്ടാൽ നമുക്ക് എത്രയോ വിജ്ഞാനങ്ങൾ നമുക്ക് നേടാൻ സാധിക്കും. എന്ന് മാത്രമല്ല, ഹദീസ് നമ്മൾ ആരും പഠിക്കുന്നില്ല, അത് ശ്രദ്ധിക്കുന്നില്ല, അത് മൈൻഡ് ചെയ്യാതെ പോയാൽ നമുക്ക് ഇബാദത്തുകൾ പൂർണ്ണമായി ചെയ്യാൻ കഴിയില്ല. ജീവിതത്തിലെ വ്യത്യസ്തങ്ങളായ പ്രാർത്ഥനകൾ നമുക്ക് നേടാൻ കഴിയില്ല. ഇസ്ലാമികമായ നിയമങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയില്ല. നബി ചരിത്രം പഠിക്കാൻ കഴിയില്ല. സ്വഹാബത്തിനോടുള്ള ആദരവ് നിലനിർത്താൻ കഴിയില്ല ഹദീസുകൾ പഠിക്കാതെ. അതുകൊണ്ട് ഹദീസുകളുടെ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ട്, അല്ലാഹുവിന്റെ കാരുണ്യം ലഭിക്കും ഒരു വിഭാഗം ആളുകൾക്ക്. ആരാണവർ? അവർ ഹദീസുകൾ പഠിക്കുന്നവരും അതിനെ ഫോളോ ചെയ്യുന്നവരുമായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറായ മാർഗത്തിലൂടെ സഞ്ചരിക്കാനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മൾ കഴിഞ്ഞ ദിവസം ഓതി അവസാനിപ്പിച്ച ആ സൂറത്തുൽ ഹജ്ജിലെ 24 വരെയുള്ള ആയത്തുകൾ, അതിൽ 23ഉം 24ഉം അതൊന്ന് ഓതി നോക്കിയിട്ട് ഇന്ന് ഒരായത്താണ് നമുക്ക് പഠിക്കാനുള്ളത്. അല്പം വിശദീകരിക്കേണ്ടതുണ്ട്. ആദ്യം 23, 24 ആയത്തുകൾ ഓതി നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. إن الله يدخل الذين آمنوا وعملوا الصالحات جنات تجري من تحتها الأنهار يحلون فيها من أساور من ذهب ولؤلؤا ولباسهم فيها حرير
وهدوا إلى الطيب من القول وهدوا إلى صراط الحميد. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കുന്ന ആളുകൾ ആമനൂ വഅമിലുസ് സാലിഹാത്ത്, സത്യവിശ്വാസമുള്ള സൽക്കർമ്മം അനുഷ്ഠിക്കുന്നവരാണ്. അവർക്ക് താഴ്ഭാഗത്തു കൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗീയ തോട്ടങ്ങൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അവർക്ക് ധരിക്കാൻ അസാവിറകളുണ്ട്. എന്താ അസാവിർ? വളകൾ. മിൻ ദഹബിൻ, സ്വർണത്തിന്റെയും, വലുഅൻ, നല്ല മുത്തുകളും ഒക്കെ അവർക്ക് വേണ്ടി അതിന് തയ്യാറാക്കി വച്ചിരിക്കുന്നുണ്ട്. വലിബാസുഹും, അവർക്ക് അവിടെ വസ്ത്രമുണ്ട്. ഫീഹാ, അതിൽ ഹരീർ, ഹരീറിന്റെ വസ്ത്രമായിരിക്കും. എന്താ ഹരീർ? പട്ടുവസ്ത്രങ്ങൾ അവർക്ക് വേണ്ടി, നല്ല മിനുസമുള്ള നേർത്ത പട്ടുവസ്ത്രങ്ങൾ അവർക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട്. വഹുദൂ ഇല ത്വയ്യിബി മിനൽ ഖൗലി, അവരെ ഏറ്റവും നേരായ ഖൗലു ത്വയ്യിബിലേക്ക് അതിൽ നിന്ന് അവരെ നയിക്കപ്പെട്ടിരിക്കുന്നു. സിറാത്തുൽ ഹമീദിലേക്ക് അവർക്ക് മാർഗം കാണിച്ചു കൊടുക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെയാണ് അവരവിടെ എത്തിപ്പെടുന്നത് എന്നർത്ഥം. ഇനി പഠിക്കുന്ന ആയത്ത് മുതൽ നമ്മുടെ ക്ലാസ്സിൽ വരുന്ന എല്ലാവരും ശ്രദ്ധിക്കുക. ഉംറക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർ, ഹജ്ജിന് വേണ്ടി കൊടുത്ത ആൾക്കാർ, അല്ലെങ്കിൽ വരും വർഷങ്ങളിലൊക്കെ അത്തരം ഹജ്ജ് യാത്രകൾ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കൊക്കെ പഠിക്കാനുള്ള ഈ സൂറത്തിന്റെ മെയിൻ കണ്ടന്റുകൾ ഇനിയാണ് പഠനം ആരംഭിക്കുന്നത്. 25-ാമത്തെ ആയത്ത് മുതൽ ഹജ്ജ് എന്ന സൂറത്തിന്റെ പേരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. അതിൽ ഒന്നാമത്തെ ഭാഗം 25-ാമത്തെ ആയത്താണ്. ശ്രദ്ധിക്കുക. ഇന്നല്ലദീന കഫറൂ വയസുദ്ദൂന അൻ സബീലില്ലാഹ് إن الذين كفروا ويصدون عن سبيل الله والمسجد الحرام الذي جعلناه للناس سواء العاكف فيه والباد سواء العاكف فيه والباد ومن يرد فيه بإلحاد بظلم ومن يرد فيه بإلحاد بظلم نذقه من عذاب أليم. ومن يرد فيه بإلحاد بظلم نذقه من عذاب أليم. إن الذين كفروا ويصدون عن سبيل الله والمسجد الحرام الذي جعلناه للناس سواء العاكف فيه والباد
ومن يرد فيه بإلحاد بظلم نذقه من عذاب أليم. എൻ്റെ മുമ്പിലിരിക്കുന്ന ആളുകൾ മാത്രം നോദിക്കേ. ലദീനക والمسجد الحرام الذي جعلناه سواء العاكف ومن يرد ഓക്കെ, അഹ്സൻതും ബറകല്ലാഹു ഫീക്കും. ഈ ഭാഗത്തുള്ളവരുണ്ട്. سواء العاكف فيه والباد ومن فيه ومن يرد فيه أبغى نردك ومن أحسنتم جزاكم الله. ഈ ആയത്തില് ഇന്നല്ലദീന കഫറു വയസുദ്ദൂന സ്വാദാണ് യസുദ്ദൂന അൻ സബീലില്ലാഹ് വൽ മസ്ജിദിൽ ഹറാം ഹറാം الذي جعلناه للناس نون شد للناس സവാഅൻ അൽ ആകിഫു ആണ്. അപ്പോ ഓതുമ്പോ സവാഅനിൽ ആകിഫു ഫീഹി വൽ ബാദ്, ബാദ് നിർത്തുമ്പോ ബാദ് എന്ന് പറയുന്നത് ദാ എന്നുള്ളത് പുറത്ത് വരുന്ന രൂപത്തിൽ ളാഹിറാവണം. വൽ ബാദ്. അടുത്ത ഭാഗം നോക്കണ്ടോ. വമൻ യുരിദ് ഫീഹി ബിഇൽഹാദിൻ ബിളുൽമിൻ നുദിഖഹു. ബിൽഹാദിൻ എന്ന് പറയില്ല. തൻവീന് ശേഷം ബാ വന്നപ്പോ അതിനെ മീമാക്കിയിട്ട് ബിൽഹാദിൻ ബിളുൽമിൻ നുദിഖു, തൻവീനും നൂനും കൂടി വന്നപ്പോ ബിളുൽമിൻ നുദിഖുഹു മിൻ അദാബിൻ അലീം. രണ്ടും ഒന്നല്ല, മിൻ അദാബിൻ അലീം. ആ ഭാഗം മാത്രം നോത്. വമൻ യുരിദ് മാത്രം. വമൻ യുരിദ് ഹാദിൻ ബിളുൽമിൻ നുദിഖഹു മിൻ അദാബിൻ. ടോട്ടൽ ഒന്നുകൂടി. ഇന്നല്ലദീന കഫറു വയസുദ്ദൂന അൻ സബീലില്ലാഹ് വൽ മസ്ജിദിൽ ഹറാമില്ലദീ ലിന്നാസ് ومن يرد فيه بإلحاد بظلم نذقه من عذاب أليم. ഈ ആയത്ത് ഇറങ്ങുന്ന ഒരു പശ്ചാത്തലമുണ്ടല്ലോ. മക്കക്കാരായ ആളുകൾ മസ്ജിദുൽ ഹറമിലേക്ക് നബിയെയും സഹാബത്തിനെയും കടത്തിവിടാത്തൊരു ഘട്ടമുണ്ടായിരുന്നു. അവര് ഉംറക്ക് വന്നാൽ നിങ്ങളിപ്പോ മടങ്ങി പോകണമെന്ന് പറഞ്ഞ ഘട്ടമുണ്ടായിരുന്നു. മദീനത്ത് നിന്ന് ഇവര് ഉംറക്കൊക്കെ വേണ്ടി വരും. അവർ ഈ വർഷങ്ങൾ പോണം ചെയ്യാൻ സമ്മതിക്കൂല. അവർ തിരിച്ചു പോകും. എത്ര ദൂരം വരണം. അങ്ങനെ മസ്ജിദുൽ ഹറം എന്ന് തടയുക, ദീൻ വിശ്വസിക്കുന്ന ആളുകളെ പിടിച്ചു വെക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരു ഘട്ടം വന്നപ്പോഴാണ് ഖുർആനിൽ ഈ ആയത്ത് ഇറങ്ങുന്നത്. ഇന്നല്ലദീന, തീർച്ചയായും ഒരു കൂട്ടം ആളുകൾ, കഫറു, അവർ കാഫിറുകളാണ്.
നിഷേധികളാണ്, കുഫറുള്ളവരാണ്. വയസുദ്ദൂന അവർ തടുക്കുകയും ചെയ്യുന്നു, തടയുന്നു, അൻ സബീലില്ലാഹ് അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ നിന്ന്. അള്ളാന്റെ ഭൂമിയിൽ അള്ളാഹുവിന്റെ വിശിഷ്ടമായ മണ്ണിൽ അള്ളാന്റെ മാർഗത്തിൽ ജീവിക്കേണ്ട ആളുകളെ അതിൽ നിന്ന് തടഞ്ഞു വെക്കുകയും ചെയ്യുന്നു. വൽ മസ്ജിദിൽ ഹറാം മസ്ജിദുൽ ഹറമും തടയുന്നു. ജൂതന്മാര് ബൈത്തുൽ മുഖദ്ദസ് തടഞ്ഞു വെക്കുന്ന പോലെ അവിടെ മുശ്രിക്കീങ്ങളായ ആളുകൾ അവകാശവാദം ഉന്നയിച്ചുകൊണ്ടും ഞങ്ങൾ ഖുറൈശികളുടേതാണ് ഇത് എന്നൊക്കെ ഒരു പല നിലക്കുമുള്ള വ്യാഖ്യാനങ്ങൾ അവിടെ കാണാൻ സാധിക്കും. എന്നിട്ട് അവിടേക്ക് മുഅ്മിനീങ്ങളായ ആളുകളെ തടയുകയും ചെയ്തവർ. അല്ലദീ ആ മസ്ജിദ് ഉണ്ടല്ലോ, മസ്ജിദുൽ ഹറാം എന്ന് പറയുന്ന ആ ഭാഗം ജഅൽനാഹു നാം ആക്കിക്കൊടുത്തതാണ്, ലിന്നാസി ജനങ്ങൾക്ക്. അത് ആരുടെ അവകാശം പറയാൻ കഴിയില്ല, അത് ജനങ്ങൾക്കുള്ളതാണ്. അവരാരാകാം, സവാഅൻ സമമാണ്, അൽ ആകിഫു അവിടെ താമസിക്കുന്ന താമസമുറപ്പിച്ചവൻ സ്ഥിരവാസിയായവൻ. എഴുത്തിക്കാഫ് പറയില്ലേ, പള്ളിയിൽ സ്ഥിരമായി താമസിക്കുന്നതിനാണ് എഴുത്തിക്കാഫ് എന്ന് പറയാ. മസ്ജിദുൽ ഹറമിൽ സ്ഥിരമായി കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നവനാണെങ്കിൽ അവൻക്കും അവിടെ പ്രവേശിക്കാം. ഫീഹി അതിൽ വൽ ബാദ് ബാദായ ആൾക്കും അവിടെ പ്രവേശിക്കാനുള്ള അനുമതിയുണ്ട്. ബാദ് എന്ന് പറഞ്ഞാൽ വെളിപ്രദേശത്തുനിന്ന്, മക്കന്റെ പരിസര പ്രദേശത്തിന്റെ പുറത്തുനിന്ന് ഒരാൾ വന്നാലും അവർക്ക് അവിടെ പ്രവേശിക്കാം മുഅ്മിനാണെങ്കിൽ. അത് തടയാൻ പാടില്ല. വമൻ യുരിദ് ഫീഹി എന്നിട്ട് അല്ലാഹു പറയാണ്, അവിടെ മസ്ജിദുൽ ഹറമിലും ഹറം പരിസരത്തും വെച്ചിട്ട് ആരെങ്കിലും മോശമായ വല്ല നിലപാടും സ്വീകരിച്ചാൽ, വമൻ യുരിദ് ആരെങ്കിലും ഉദ്ദേശിക്കുന്നുവെങ്കിൽ, വല്ലവനും ഉദ്ദേശിക്കുന്നതായാൽ, ഫീഹി അവിടെ വെച്ചുകൊണ്ട്, ഇൽഹാദ് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ, ഇൽഹാദ് എന്ന് പറഞ്ഞാല് മതദ്രോഹം എന്നാണ് പറയുക. മതദ്രോഹം, മതത്തിന് ദ്രോഹം ചെയ്യുന്ന കർമ്മങ്ങൾ ഹറമിലും മസ്ജിദുൽ ഹറമിന്റെ പരിസരത്തും ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, മതവിരോധം, ധർമ്മവിരോധം, മതദ്രോഹം എന്നൊക്കെയാണ് ഇൽഹാദ് എന്ന വാക്കിന്റെ അർത്ഥം. അങ്ങനെ ആരെങ്കിലും വല്ലതും അവിടെ വെച്ച് ബിളുൽമിൻ അന്യായമായി അക്രമപരമായി അവിടെ വല്ലതും ചെയ്താൽ, നുദിഖുഹു നാം അവനെ ആസ്വദിപ്പിക്കും, അനുഭവിപ്പിക്കും, മിൻ അദാബ് ശിക്ഷയിൽ നിന്ന്, അലീം വേദനയേറിയ ശിക്ഷ. മസ്ജിദുൽ ഹറമിനും മസ്ജിദുൽ ഹറമിന്റെ അല്ലെങ്കിൽ ഹറം പ്രദേശത്ത് പോലും ഒരുപാട് സവിശേഷതകളുണ്ട്. ഹറം എന്ന പ്രദേശത്തേക്ക് കയറിത്താൻ സാധാരണ സംഭവിക്കുന്ന ഒന്നും സംഭവിക്കാൻ പാടില്ല. എന്താണ് ഹറമിൽ പാടില്ലാത്ത? എന്തൊക്കെയാണ്? അക്രമം പാടില്ല, വേട്ടയാടാൻ പറ്റില്ല. സാധാരണ മക്കത്ത് ഏതെങ്കിലും സ്ഥലത്ത് പോയി നല്ലൊരു വേട്ടയാടാൻ പറ്റും, ഹറമിൽ വന്നാൽ വേട്ടയാടാൻ പറ്റൂല. വഴക്കുണ്ടാക്കാൻ പാടില്ല. അവൻ ഒരുപാട് നിബന്ധന. ഹറമിലെത്തിക്കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടത്, മസ്ജിദുൽ ഹറമിനകത്ത് എത്തിയാലോ അവിടെ വീണ്ടും ഒന്നുകൂടി പോലീസ് വർദ്ധിക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് അവിടെ നിയമങ്ങൾ കൂടുകയാണ് ചെയ്യുക. ഇന്ന് 24 മണിക്കൂറും 60-70 ക്യാമറകൾ നിരത്തിയിട്ട് അവിടെ വരുന്ന മുഴുവൻ മനുഷ്യരെയും ഇൽഹാദ് ഉണ്ടോ എന്ന് നിരീക്ഷിക്കണം. അവിടെ ആരുടെങ്കിലും പിടിച്ചവർ നടക്കുന്നുണ്ടോ? ആരെങ്കിലും പോക്കറ്റ് അടിക്കുന്നുണ്ടോ? ആരെങ്കിലും സ്ത്രീകളെ ശല്യം ചെയ്യുന്നുണ്ടോ? എല്ലാം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊക്കെ ഇങ്ങനെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ചിലരെ വന്നിട്ട് പതുക്കെ വന്നിട്ട് പോലീസുകാരെ ഇങ്ങനെ പതുക്കെ തോളിട്ട് ഇങ്ങനെ പതുക്കെ വിളിച്ച് കൊണ്ടുപോകും. അവൻ എവിടെയെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും. ആരും അറിയാതെ നൈസായിട്ട് അവരെ പിടിച്ച് കൊണ്ടുപോകും. എടുത്ത് കൊണ്ടുപോയി റൂമിൽ, പോലീസിന്റെ റൂമിൽ കൊണ്ടുപോയി എത്തിയിട്ട് കാര്യങ്ങൾ തർത്തീബാക്കിയിട്ട് അവർ പുറത്തേക്ക് കൊണ്ടുള്ളൂ. പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മളെ അവിടെ ആരും നിരീക്ഷിക്കുന്നില്ല എന്ന് നമുക്ക് തോന്നിപ്പോകും. എന്നാൽ സദാസമയവും ക്യാമറകൾ വെച്ച് ഒരു മനുഷ്യന്റെ നിരീക്ഷണം ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ അല്ലാഹു തആല ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, അവിടെ വെച്ചൊരു അക്രമം, ഒരു മതാക്രമം ചെയ്യാൻ, ദുൽമ വെച്ചുകൊണ്ട് അക്രമം ചെയ്തുകൊണ്ട് അവിടെ ആരെങ്കിലും ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നുദിഖുഹു മിൻ അദാബിൻ അലീം, അവർക്ക് വേദനയേറിയ ശിക്ഷ നാം അനുഭവിപ്പിക്കും, ആസ്വദിപ്പിക്കുന്ന പറഞ്ഞു. അല്ലാമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, യഖൂലു തആല മുൻകറൻ അലൽ കുഫാർ, ഇത് കുഫാരികളായ ആളുകളെ നിഷേധിച്ചുകൊണ്ടാണെന്ന് പറയുന്നത്. നിങ്ങൾക്കത് തടയാൻ അവകാശമില്ല.
ഇതുപോലെ ഫലസ്തീനികളെ കൊന്നൊടുക്കാൻ ഇസ്രായേലികളെ നിങ്ങൾക്ക് അവകാശമില്ല എന്ന് നമ്മൾ പറയുന്നു. അവിടേക്ക് വരുന്ന സഹായങ്ങൾ പോലും അവർ മുടക്കിക്കൊണ്ടിരിക്കുകയാണ്. അവരെ സംരക്ഷിക്കാൻ, സഹായിക്കാൻ, വെള്ളം കൊടുക്കാൻ, അവർക്ക് ഭക്ഷണം കൊടുക്കാൻ ലോകര് തയ്യാറാണ്. 48 രാജ്യങ്ങൾ ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞു. പക്ഷെ അതിന് സമ്മതിക്കുന്നില്ല. അല്ലാഹു തആല ഇസ്ലാമിന്റെ ശത്രുക്കളെ പരാജയപ്പെടുത്തുമാറാകട്ടെ. ഫലസ്തീനിന്റെ ശാന്തമായ, സുന്ദരമായ, പുഞ്ചിരിക്കുന്ന മുഖങ്ങൾ അല്ലാഹു വേഗത്തിൽ നമുക്ക് കാണാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. കുഫാരികളായ ആളുകൾ അവരെ നിഷേധിക്കുകയാണ്. ഫീ സ്വദ്ദിഹിമുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളെ തടയുന്ന കാര്യത്തിൽ, അന്നിത്യാനിൽ മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ ഹറമിലേക്ക് വരുന്ന കാര്യത്തിൽ തടയാണ്. ഇന്നിപ്പോ ആ പണി നമ്മളെ നാട്ടിൽ നിന്ന് പോകുന്ന ഉംറ ടീമുകളുടെയൊക്കെ യാത്രകൾ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ? നമ്മുടെ നാട്ടിലെ ഭൂരിഭാഗം വരുന്ന ആളുകൾ പോകുന്ന ഉംറ ഗ്രൂപ്പുകളിൽ പറ്റുന്ന അബദ്ധങ്ങൾ ഞാൻ സൂചിപ്പിക്കാം. നമ്മൾ ആ ഫീൽഡിൽ 12 കൊല്ലമായി നമ്മൾ ഇതിൽ ഇറങ്ങിയപ്പോഴാണ്. ഒന്ന്, മഹ്റമില്ലാത്ത കുറേ സ്ത്രീകളെയും കൊണ്ടാണ് ട്രിപ്പ് പോണത്. ഒരു അമീറും ഉണ്ടാകും, 45 സ്ത്രീകളും ഉണ്ടാകും. അതുമായി ബന്ധപ്പെട്ട് അവിടെ നടന്ന വാർത്തകൾ നിങ്ങളോട് പറയാൻ പറ്റാത്ത രൂപത്തിലുള്ള വാർത്തകളാണ്. 2, അവർക്ക് ആ തവാഫ് ചെയ്യാനും മസ്ജിദുൽ ഹറമിൽ നമസ്കരിക്കാനുമുള്ള മഹത്തരമായ നന്മ, അത് കൂടുതൽ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതിന് പകരം അവിടെ അധിക സമയം ചെലവാക്കരുത് എന്ന് പറഞ്ഞിട്ട് വേഗം ഒന്നുകിൽ റൂമിൽ കൊണ്ടുപോയി മൗലൂദ് പാരായണം, അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്ത് കൂടെ കൊണ്ടുപോയിട്ട് സിയാറത്താണെന്ന് പറഞ്ഞ് കൊണ്ടുപോകുക. എന്നിട്ട് അവിടേക്ക് കൊണ്ടുപോയിട്ട് എന്തെങ്കിലും പ്രാർത്ഥനയൊക്കെ ചൊല്ലിപ്പിച്ചിട്ട് പിരിവെടുത്ത്. ജമാഅത്ത് നമസ്കാരത്തിന് മറ്റു രാജ്യക്കാരൊക്കെ പള്ളിക്ക് അങ്ങോട്ട് നടക്കുമ്പോൾ നമ്മളെ നാട്ടിലെ യൂണിഫോം ഇട്ട താത്താരൊക്കെ പാടം കാണുന്ന ജമാഅത്തിന്റെ സമയത്ത് ഇങ്ങോട്ട് പുറത്തേക്ക് വരുന്നത്. അപ്പൊ എന്താ കാരണം ചോദിച്ചാൽ പറയണത്, അവിടെ വഹാബികളുടെ നിസ്കാരമാണ് നടക്കുന്നത്, അതിൽ പങ്കെടുക്കേണ്ട. ഞാൻ അതിന്റെ ഹദീസ് വായിച്ചാലാ എത്ര പ്രതിഫലമാണ് പൈസ കൊടുത്ത് കൊണ്ടുപോകുന്ന ആൾക്കാരുടെ അവസ്ഥ. 3, അവർക്ക് അവിടെ വെച്ചുകൊണ്ട് തെറ്റായ രൂപത്തിലുള്ള പ്രചരണങ്ങൾ, സഫന്റെ പരിസരത്ത് വെച്ച് വരെ മൗലിദ് കിതാബിലെ വരികൾ പാടിയ സംഭവം ഉണ്ടായിരുന്നു. നേർക്കും മലയാളികളായ ടീമിന്റെ സഫാ മറവന്റെ മുകളിൽ വെച്ചിട്ട് എന്നിട്ട് നാട്ടിൽ വന്നിട്ട് പറയും ഞങ്ങൾ സഫയെന്ന് വന്നിട്ട് ആളങ്ങനെ നടത്തിക്കൊണ്ടെന്നൊക്കെ പറയും. അത് ഗവൺമെന്റ് അങ്ങോട്ട് ചെയ്തോളി പറഞ്ഞ് കൊടുത്തിട്ടില്ല. ചിലതൊക്കെ അവരിങ്ങനെ കാണും, അവർക്ക് കൃത്യമായിട്ട് അറിയില്ലല്ലോ ഇത് എന്തൊക്കെയാണ് പറയണെന്നുള്ളത്. അതേപോലെ തന്നെ പരിസരങ്ങളിലൂടെ കൊണ്ടുപോയിട്ട് ഇല്ലാത്ത ചരിത്ര കഥകൾ മെനഞ്ഞുണ്ടാക്കി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കും. ഇതിന്നാളെ മക്കബറയാണ്, ഇത് വഹാബികൾ പൊളിച്ചതാണ്, അത് മറ്റാളെ ജാറായിരുന്നു, ആ ജാറും പൊളിച്ചതാണ്. ഇങ്ങനെ എന്ത് ചെയ്യാ, ഒക്കെ ജാറങ്ങളായിരുന്നു, ഒക്കെ വഹാബികൾ വന്നിട്ട് പൊളിച്ചതാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കുതിര കയറി നടക്കുന്ന അവസ്ഥയൊക്കെ കാണാൻ സാധിക്കും. ഇവിടെ ഇത് അള്ളാന്റെ മസ്ജിദുൽ ഹറമിനെ തൊട്ട് തടയുന്നവർക്കുള്ള താക്കീതാണ്. അവിടെ കർമ്മങ്ങൾ ചെയ്യുന്നതിനെയും തടസ്സം നിൽക്കുന്നവർക്ക് അവർ വാദിക്കാൻ തുടങ്ങി, അന്നഹും ഔലിയാഉഹു, ഞങ്ങളാണ് ഇതിന്റെ ആൾക്കാർ. മസ്ജിദുൽ ഹറം ഞങ്ങൾ നോക്കുന്ന ആൾക്കാരാണ്, ഇത് ഞങ്ങൾ തീരുമാനിക്കുമ്പോൾ ആര് കാരണന്മാര് കാരണ്ടാണ്. ഖുർആന്റെ മറുപടി വന്നു. സൂറത്തുൽ അൻഫാലിലെ 34-ാമത്തെ ആയത്ത് വന്നു, വമാ കാനൂ ഔലിയാ, അവർ അതിന്റെ രക്ഷാധികാരികളല്ല. ഇൻ ഔലിയാഉഹു ഇല്ലൽ മുത്തഖൂൻ, മുത്തഖീങ്ങളായ ആളുകൾക്ക് മാത്രമേ അതിന്റെ പരിപാലന ചുമതലയുള്ളൂ. നിങ്ങൾ അതിന്റെ ഔലിയാക്കന്മാരൊന്നല്ല. അതേപോലെ തന്നെയാണ് അവരോട് ഇതേ വിഷയത്തെ കുറിച്ച് പറയുമ്പോൾ വമിൻ സിഫത്തിഹിം അന്നഹും മഅ കുഫ്രിഹിം, അവർ കുഫറിലാണ്, വയസുദ്ദൂന അൻ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ തടയുന്നവരാണ്, വൽ മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ ഹറമിനെയും തടയുകയാണ്. എന്തിനാണ് മുഅ്മിനീങ്ങളെ തടയുന്നത്? അവരാരാണെന്ന് നിങ്ങൾ വിചാരിച്ച്, അല്ലദീനഹും അഹഖുൻ നാസ് ബിഹി, മുഅ്മിനീങ്ങൾ ഏറ്റവും അവകാശമുള്ള ആൾക്കാർ അവരാണ് മസ്ജിദുൽ ഹറം, നഫ്സൽ അംർ, സ്വന്തം കാര്യത്തിൽ. അതേ സമയത്ത് അല്ലദീന ആമനൂ വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, സത്യവിശ്വാസികളായി അള്ളാഹുവിനെ സ്മരിക്കുന്നവർക്ക് സമാധാനം കണ്ടെത്താൻ കഴിയുള്ളൂ. കുഫറുള്ള ആൾക്കാർ എത്ര സ്വതക്ക ചെയ്താലും ഏത് പള്ളി നോക്കിയാലും അവർക്ക് സന്തോഷിക്കാൻ കഴിയില്ല. വമിൻ സിഫത്തിഹിം, മുഅ്മിനിന്റെ ഗുണമാണ് അന്നഹും തത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ്, അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് സമാധാനം കണ്ടെത്താൻ കഴിയുന്നവരാണ് മുഅ്മിനീങ്ങൾ എന്നർത്ഥം. മഹാരഥന്മാരായ ഉലമാക്കന്മാർ
അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഈ ഒരു ആയത്ത് കൊണ്ട് തന്നെ ധാരാളം കാര്യങ്ങൾ സ്ഥിരീകരിക്കപ്പെടുന്നുണ്ട്. ഇന്നല്ലദീന കഫറൂ വയസുദ്ദൂന അൻ സബീലില്ലാ എന്നത് അള്ളാന്റെ മാർഗത്ത് നിന്ന് തള്ളിക്കളയുന്ന ആളുകളെ തടുക്കുന്നവർ എന്ന് പറഞ്ഞ പല വിശേഷണങ്ങളുണ്ട്. ഇന്നല്ലദീന കഫറൂ വസദ്ദൂ അൻ സബീലില്ലാ ഖദ് ളല്ലൂ ളലാലം ബഈദാ. സൂറത്തുൻ നിസാഇന്റെ 167. അള്ളാഹുവിന്റെ മാർഗത്തിൽ ജനങ്ങളെ തടയുന്ന കാഫിരീങ്ങളായ ആളുകൾ ളലാലം ബഈദ, വിദൂരമായ വഴികേടിലാണ്. നിങ്ങൾ ചൂതാട്ടത്തിൽ മുഴുകരുത്, നിങ്ങൾ മൈസിറും ഹംറും ഉപയോഗിക്കരുത്. എന്റെ കാരണം വയസുദ്ദക്കും അൻ ദിക്രില്ലാ, അള്ളാനെ ഓർക്കുന്നതിൽ നിന്ന് അത് തടസ്സം ചെയ്യും. വഅനിസ്സലാ, നിങ്ങളുടെ നിസ്കാരത്തിലും അത് തടസ്സം ചെയ്യും. അതുകൊണ്ട് മദ്യവും ചൂതാട്ടത്തിനൊന്നും പോണ്ട. യാ അയ്യുഹല്ലദീന ആമനൂ ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാൻ, പണ്ഡിതന്മാരും പുരോഹിതന്മാരുമായ ആളുകൾ ധാരാളമുണ്ട്, അവരെ ശ്രദ്ധിക്കണം. എന്താ കാരണം? യഅ്കുലൂന അംബാലൻ നാസി ബിൽ ബാത്തിൽ, ജനങ്ങളുടെ സമ്പത്ത് അന്യായമായി തിന്നും. വയസുദ്ദൂന അൻ സബീലില്ലാ, അള്ളാന്റെ മാർഗത്തിൽ നിന്ന് ബ്ലോക്ക് ചെയ്യും. ഇതാണ് വലിയ ചർച്ച. അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന്, പടച്ചോൻ പഠിപ്പിച്ചൊരു തത്വത്തിൽ നിന്ന് ജനങ്ങളെ ഇതൊക്കെ വഴി തെറ്റിപ്പിക്കുന്നതാണ്. മറ്റൊരായത്തിൽ അല്ലദീന കഫറു വസദ്ദു അൻ സബീലില്ലാഹ് സിദ്നാഹും അദാബൻ ഫൗഖൽ അദാബ്. അദാബ് ഉണ്ടെന്ന് വീണ്ടും പറയും. അവർക്ക് ശിക്ഷ ഉണ്ടാകും. ഫൗഖൽ അദാബ്, ശിക്ഷയുടെ മേൽ ശിക്ഷ ഉണ്ടാകും. ഓവർ ശിക്ഷ ഉണ്ടാകും എന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെയാണ് മസ്ജിദുൽ ഹറമുമായി ബന്ധപ്പെട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, എന്തുകൊണ്ട് അവിടുത്തെ പുണ്യം നിങ്ങൾ തടയരുത്? മസ്ജിദുൽ ഹറമിൽ ഒരു റക്അത്ത് നമസ്കരിച്ചാൽ, നബിയോട് സ്വഹാബത്ത് ചോദിച്ചപ്പോൾ നബി പറഞ്ഞു, മിഅത അൽഫി സ്വലാത്തിൻ. എത്രയാണ് ഒരു റക്അത്ത് നമസ്കരിച്ചാൽ? മിഅത അൽഫ്, 100,000, 1,00,000 അർത്ഥം. 1,00,000 റക്അത്തിന്റെ പ്രതിഫലാണ് മസ്ജിദുൽ ഹറമിന്റെ പ്രതിഫലം. ആൾക്കാര് ഉംറക്ക് പോയാൽ പറയും, മക്കത്തുനിന്ന് ഉംറ കഴിഞ്ഞിട്ട് പിന്നെ 7 ദിവസം മദീനത്ത് പോയിക്ക. എന്താ? മക്കനേക്കാൾ അവർക്ക് പോരിശ മദീനയോട്. മക്കയിലെ ഈ പള്ളിന്റെ പ്രതിഫലം വേറെ ഒരു പള്ളിയിലുമില്ല. മദീന പള്ളിനെ പറ്റി ചോദിച്ചപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, അൽഫ സ്വലാത്തിൻ. എത്ര കിട്ടുക? മോശമൊന്നല്ല, എന്നാൽ ഇത്ര കിട്ടൂല. അൽഫ സ്വലാത്ത്, 1000 നമസ്കാരത്തിന്റെ പ്രതിഫലാണ് മദീന പള്ളിയിലെ ഒരു നിസ്കാരത്തിന്. അവിടെ പോയിട്ട് റൂമിൽ നിസ്കരിക്കുന്ന ആൾക്കാർ, മദീനയിൽ താമസിക്കുന്ന ജോലിയുള്ള എത്രയോ മനുഷ്യന്മാരുണ്ട്. ഓരോ പള്ളിക്ക് തിരിഞ്ഞു നോക്കാത്ത കുറെ ആൾക്കാർ. അവിടെ അപ്പുറത്തുള്ള ഫ്ലാറ്റിന്റെ അപ്പുറത്തുള്ള പള്ളി പോയി ഒന്നങ്ങടെ നടന്ന ആ ഹറമിലെ 1000 റക്അത്തിന്റെ പ്രതിഫലം കിട്ടുന്ന ആൾക്കാർ. അൽഫ സ്വലാത്ത്. നബി തങ്ങളോട് ചോദിച്ചു, ബൈത്തുൽ മുഖദ്ദസിന് എന്താ കൂലി? ഫീഹി 500 സ്വലാത്തിൻ, 500 നമസ്കാരത്തിന്റെ 500 റക്അത്തിന്റെ പ്രതിഫലമാണ് ഒരു റക്അത്തിന്റെ നമസ്കാരത്തിന്റെ പ്രതിഫലം. അല്ലാഹു ഈ പള്ളികളൊക്കെ സന്ദർശിക്കാനും അവിടെയൊക്കെ ഇബാദത്തുകളൊക്കെ ചെയ്യാനൊക്കെയുള്ള വലിയ തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. അതേ സമയത്ത് ഖിബിലയായിക്കൊണ്ട് അല്ലാഹു തആല തീരുമാനിച്ചതാണ് മസ്ജിദുൽ ഹറമിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞുകൊണ്ട് നിങ്ങൾ നിസ്കരിക്കണം. ആദ്യം ബൈത്തുൽ മുഖദ്ദസ് ആയിരുന്നു, പിന്നെ പറഞ്ഞു ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം. അപ്പൊ നമ്മളും ഒരു മുസ്ലിമും മസ്ജിദുൽ ഹറമും തമ്മിലുള്ള ബന്ധം, അവൻ മരിക്കോളം അവന്റെ ഖിബിലയാണ് മസ്ജിദുൽ ഹറമിന്റെ ഭാഗം. അവൻ മരിച്ചാൽ അവനെ മുഖം തിരിച്ചു കിടത്തുന്നത് ആ ഖിബിലയിലേക്കാണ്. നിങ്ങൾ എവിടെയായിരുന്നാലും നിങ്ങളുടെ ഖിബില മസ്ജിദുൽ ഹറമിന്റെ ഭാഗത്തേക്കാണ്. അവിടെ എത്തുന്നവർ, അവിടെ പ്രവേശിക്കുന്നവർ താഴെ പറയുന്ന 8 മര്യാദകൾ പാലിക്കാതെ അവിടെ കയറാൻ പാടില്ല. 1, തഖദീമ റിജ്ലിൽ യുംന, വലതുകാലിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പ്രവേശിക്കണം. വലതുകാലെടുത്ത് വെച്ച് കയറണം എന്നർത്ഥം. വദ്ദുആഇ, പള്ളിയിലേക്ക് കയറുമ്പോഴുള്ള സ്വലാത്ത് പറഞ്ഞ് പള്ളി കയറുമ്പോഴുള്ള പ്രാർത്ഥന പറഞ്ഞിട്ട് പ്രവേശിക്കണം. 2, അവിടെ വെച്ചുകൊണ്ട് പള്ളിയിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് അർറവായിഹൽ കരീഹ, വെറുക്കപ്പെട്ട മണം കൊണ്ട് അവിടെ പ്രവേശിക്കാൻ പാടില്ല.
വെളുത്തുള്ളി, വലിയ ഉള്ളി, ഖുറാസ്, അങ്ങനെയൊക്കെയുള്ള ദുർഗന്ധമുണ്ടാകുന്ന സാധനങ്ങൾ കഴിച്ചുകൊണ്ട് മസ്ജിദുൽ ഹറമിലേക്ക്, ഏത് പള്ളിക്കും പറ്റൂല, മസ്ജിദുൽ ഹറമിലേക്ക് പ്രവേശനം പാടില്ല. ദുർഗന്ധം പേറിക്കൊണ്ട് അവിടെ പ്രവേശനം പാടില്ല. 3, തഹിയ്യത്തുൽ ബൈത്ത്. ഏതൊരു പള്ളിയിലേക്കും കയറിയ തഹിയ്യത്തുള്ളതുപോലെ മസ്ജിദുൽ ഹറമിൽ കയറിയാൽ ആദ്യം തഹിയ്യത്ത് ചെയ്യാന്ന് പറഞ്ഞാൽ തവാഫ് ചെയ്യാണ് ചെയ്യുക. പക്ഷെ എപ്പോഴും നമുക്ക് നമസ്കാരത്തിന് സമയത്ത് വേഗം പോയി തവാഫ് ചെയ്യാൻ കഴിഞ്ഞോളന്നില്ല. അങ്ങനെ തവാഫിന് കഴിഞ്ഞില്ലെങ്കിൽ അവർ 2 റക്അത്ത് നമസ്കരിച്ചിട്ടേ അവിടെ ഇരിക്കാൻ പാടുള്ളൂ. 4, അൽ ഖുസൂമത വസ്സഹഫ വസ്സൗത്ത്. അവിടെ വെച്ചുകൊണ്ട് തർക്കമുണ്ടാകുക, വഴക്കിടുക, കച്ചവടം നടത്തുക, നഷ്ടപ്പെട്ട സാധനങ്ങൾ വിളിച്ച് ചോദിക്കുക, ഇതൊന്നും അവിടെ പാടില്ല. അവിടെ ലോസ്റ്റ് ആൻഡ് ഫൗണ്ടിന്റെ ഒരു ഓഫീസ് ഉണ്ടാവും. അവിടെ പോയി നിങ്ങൾക്ക് നിങ്ങളുടെ സാധനം വല്ല നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവിടെ പരാതി കൊടുത്ത് അവർ തരും. അതൊക്കെ പുറത്താണ്. പള്ളിനകത്ത് നഷ്ടപ്പെട്ട സാധനങ്ങൾ വിളിച്ചു ചോദിക്കുക, എന്തെങ്കിലും സാധനങ്ങൾ വന്ന് കച്ചവടം ചെയ്യുക, അതൊന്നും പാടില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടാവല്ലോ, അവിടെ ഒരു സാധനം, ഒരു കച്ചവടം പള്ളിന്റെ ഉള്ളിൽ നടക്കില്ല. 5, അൽ ഇസ്തിഗ്സാറു മിന തഅതി. പരമാവധി സുന്നത്തായ തവാഫ്, ഖുർആനോത്ത്, ദിക്റുകൾ, പ്രാർത്ഥനകൾ അവിടെ വെച്ച് അധികരിപ്പിക്കുക. 6, ഇജ്തിനാബുൽ മആസി വസ്സയ്യാത്തി. എല്ലാവിധ തിന്മകളും മോശത്തരങ്ങളും തെറ്റുകളും അവിടെ വെച്ച് ഒഴിവാക്കുക. അവിടെ ചിലപ്പോൾ നമ്മൾ കാണാം, സ്ത്രീകളൊക്കെ വന്നിട്ട് പോലെ ഉംറ കഴിഞ്ഞിട്ടുണ്ടാവും, എന്നിട്ട് അവിടെ വെച്ചിട്ട് ഒരു മുടി കട്ട് ചെയ്യുക. അപ്പൊ മറ്റേ ആൾക്കാർക്ക് പുരുഷന്മാരൊക്കെ ഇടയിൽ നിന്നിട്ടേക്ക് പോലത്തെ ഇങ്ങനെ കട്ട് ചെയ്യുന്നുണ്ടാവുക. അതൊന്നും അവിടെ വെച്ച് പാടില്ല. അതൊക്കെ റൂമിൽ പോയിട്ട് ചെയ്യാം. വേറെ ചില ആൾക്കാർ അവിടെ നിന്ന് ഫോളും എന്ന് കളിക്കുന്നുണ്ടാവും, ചില ആൾക്കാർ അവിടെ സെൽഫിട്ട് കളിക്കുന്നുണ്ടാവും. ഒരു അപമര്യാദ നമ്മുടെ ഭാഗത്തുനിന്ന് വരാതിരിക്കാൻ ധാരാളം ശ്രദ്ധിക്കുക. അതാണ് വമയ്യുരിദ് ബിഇൽഹാദിൻ ബിളുൽമിൻ. എന്റെ വിശദീകരണത്തിലൊക്കെ വരുന്നു. 7, മുസാഹമത്തൻ നാസ്. ജനങ്ങള് ആവശ്യമില്ലാത്ത മുക്കമൂലകളിൽ തിരക്കുണ്ടാക്കുക. ഹജറുൽ അസ്വദിന്റെ അവിടെ, സഫന്റെ അവിടെ അങ്ങനെ തിരക്കുണ്ടാക്കിയിട്ട് ആളുകൾക്ക് ശല്യമുണ്ടാക്കുന്ന അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. 8, അൽ ഖുറൂജ് മിന ദുആ. അവിടുന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് ഉള്ള പ്രാർത്ഥന, സാധാരണ പള്ളിയിൽ നിന്ന് ഉണ്ടാകുന്ന പുറത്തിറങ്ങുമ്പോഴുള്ള പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ട് അവിടുന്ന് പോരാൻ പാടുള്ളൂ. ഇനി അതൊന്നും ഒരിക്കൽ ഇന്നല്ലദീന കഫറു ويصدون عن سبيل الله والمسجد الحرام الذي جعلناه للناس سواء العاكف فيه والباد ومن يرد فيه بإلحاد بظلم نذقه من عذاب أليم. അവിടെ ആരെങ്കിലും ഇൽഹാദ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, ഇൽഹാദ് ഉദ്ദേശിക്കുക എന്ന് പറഞ്ഞാൽ ധർമ്മവിരോധം, മതവിരോധം, മതദ്രോഹം, ദീനിന്റെ കൽപ്പനയ്ക്ക് എതിരായ വല്ലതും ചെയ്യുകയാണെങ്കിൽ അവർക്ക് വലിയ ശിക്ഷ ഉണ്ടാകുമെന്ന് പറഞ്ഞു. 1, ഇന്നത്തെ സാഹചര്യത്തിൽ അവിടെ അവരെ പോലീസ് നന്നായിട്ട് കൈകാര്യം ചെയ്യും. 2, അള്ളാന്റെ അടുക്കലും വലിയ ദ്രോഹമാണ് അവർ ചെയ്യുന്നത്. മഹാരഥന്മാരായ ഉലമാക്കന്മാര് പറഞ്ഞ എന്താണ് അവിടെ ഇൽഹാദ് സംഭവിക്കാന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടി അൽ മീലു വൽ ഹൈദു അൻ ദീനില്ല. അവിടെ വെച്ച് അള്ളാന്റെ ദീനിന്ന് പുറത്തു കിടക്കുന്നതൊന്നും സംഭവിക്കരുത്. അള്ളാന്റെ ദീന് നഷ്ടപ്പെടുന്ന ഒന്നും അപ്പോൾ ശിർക്ക് സംഭവിക്കാൻ പാടില്ല, അവിടെ വെച്ച് കുഫർ സംഭവിക്കാൻ പാടില്ല. പിന്നെ പറഞ്ഞത് വയുദ്ഖിലു അവിടെ പ്രവേശിക്കണം, ഫി ഇക്റാമിൻ അവിടെ ആദരവോടെ, ബഹുമാന ആദരവുകൾ പാലിച്ചു കൊണ്ടായിരിക്കണം അവിടെ പ്രവേശിക്കേണ്ടത്. ഒരിക്കലും തന്നെ ഒരു കുഫറിൻ്റെതായ പ്രവർത്തനങ്ങൾ അവിടെ സംഭവിക്കാൻ പാടില്ല. വമിമ്മ ഹറമഹുല്ലാ, അല്ലാഹ് ഹറാമാക്കിയതും സംഭവിക്കാൻ പാടില്ല. ഒരു സിനയുടെ എന്തെങ്കിലും അംശങ്ങൾ, അല്ലെങ്കിൽ ഒരു മോഷണം, അല്ലെങ്കിൽ ഒരു പിടിച്ചുപറി, ഒരു ഹറാമായ സംഭവം അവിടെ സംഭവിക്കാൻ പാടില്ല. അതുപോലെ തന്നെ അല്ലാഹ് വാജിബാക്കിയ കാര്യങ്ങൾ അവിടെ വെച്ച് ഉപേക്ഷിക്കാനും പാടില്ല. എല്ലാവരും നിസ്കരിക്കുക, നമ്മൾ മാത്രം അങ്ങനെ നിൽക്കുക. അവിടെ നിസ്കാരത്തിന്റെ സമയത്ത് നമ്മൾ നമസ്കരിക്കൽ അവിടെ വാജിബാണ്. ഒരാൾ ഇഹ്റാമിലാണ്, അയാൾ ഇഹ്റാമിൻ്റെതായ വാജിബുകൾ പാലിക്കാതെ അയാൾ വേറെ ഏതോ ഡ്രസ് ഇട്ട് നടക്കുക, ഇഹ്റാമിന്റെ വസ്ത്രം ശ്രദ്ധിക്കാതെ പോകുക. വാജിബുകൾ അവിടെ വെച്ച് നഷ്ടപ്പെടുത്തരുത്.
അവിടുത്തെ ഹറമിന്റെ പരിശുദ്ധി നഷ്ടപ്പെടുത്തുന്നതൊന്നും അവന്റെ അടുത്തുനിന്ന് വരാൻ പാടില്ല. അതാണ് ഇൽഹാദ് സംഭവിച്ചാൽ എന്ന് പറഞ്ഞു. നുദിഖുഹു മിൻ അദാബിൻ അലീം, അവർക്ക് വേദനയേറിയ ശിക്ഷയാണ് കാത്തിരിക്കുന്നത്. നരകത്തിനെ കുറിച്ചാണ് അദാബിൻ അലീം എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിന്റെ ശിആറുകളോടുള്ള ഒരു ബഹുമാനവും മഹബത്തും അല്ലാഹു നമ്മുടെ മനസ്സിൽ സ്ഥിരപ്പെടുത്തി തരുമാറാകട്ടെ. നമ്മുടെ അടുക്കൽ സംഭവിക്കുന്ന ചെറുതും വലുതുമായ ദോഷങ്ങളും പാപങ്ങളെല്ലാം അല്ലാഹു പുറത്തു മാപ്പ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, പ്രൊഫ്കോൺ എന്ന് പറയുന്ന വിദ്യാർത്ഥികളുടെ കൃത്യമായി കൊണ്ടൊരു പ്ലാൻ ചെയ്ത് ആസൂത്രണം ചെയ്ത പ്രൊഫഷണൽ വിദ്യാർത്ഥികളുടെ സംഗമം 10, 11, 12 തീയതികളിൽ മംഗലാപുരത്ത് നടക്കുമ്പോൾ നമ്മുടെ ആ തരത്തിലുള്ള വിദ്യാർത്ഥികൾ, കമ്പ്യൂട്ടർ, IT ഫീൽഡ്, എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ മെഡിക്കൽ ഫീൽഡിലൊക്കെയുള്ള പ്രൊഫഷണൽ ടച്ചുള്ള എല്ലാ കുട്ടികളെയും നമ്മളൊന്ന് ഇറങ്ങി ലിസ്റ്റ് ചെയ്ത് കണ്ട് മനസ്സിലാക്കി അവരെ വീട്ടിൽ പോയി, അവർ സ്വയം ചെയ്യൂലല്ലോ, വീട്ടിൽ പോയി നമ്മൾ അവരെ ക്ഷണിക്കണം സത്യത്തിന്റെ മാർഗത്തിലേക്ക് അവർ പഠിപ്പിക്കാൻ വേണ്ടി. നമ്മുടെ സർഗവസന്തം എന്ന പേരിൽ നടക്കുന്ന ഞായറാഴ്ചയിലെ പ്രോഗ്രാം ഇൻഷാ അല്ലാഹ് നമ്മുടെ പങ്കാളിത്തം ഉണ്ടാകണം. ഇന്ന് അതിന് പറ്റാവുന്ന രൂപത്തിലുള്ള ഒരു ഒരുക്കങ്ങളൊക്കെ നമ്മൾ ഇന്ന് തന്നെ സാധ്യമാകുന്ന ചെയ്ത് വെച്ചു പോകേണ്ടതുണ്ട്. ഓരോരുത്തർക്കും ഏൽപ്പിക്കപ്പെട്ട ഡ്യൂട്ടികളുണ്ട്. അത് കൃത്യമായി നടക്കുന്നില്ലേ എന്ന് ഓരോരുത്തരും സ്വയം വളണ്ടിയർമാരായി അത് നിയന്ത്രിക്കണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഒരുപാട് ആളുകൾ സാമ്പത്തികമായി അൽഹംദുലില്ലാഹ് വലിയ സഹായങ്ങൾ ഗൾഫിൽ നിന്നും നാട്ടിൽ നിന്നൊക്കെ നമ്മളെ സഹായിച്ചവരുണ്ട്. എല്ലാവർക്കും അല്ലാഹു അവരുടെ സമ്പത്തിൽ ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അവരുടെ ഇഖ്ലാസിന്റെ മഹത്തരമായ പ്രതിഫലം അല്ലാഹു നിലനിർത്തുമാറാകട്ടെ. സംഖ്യയായും അതല്ലാത്ത വസ്തുക്കളും മറ്റും ഭക്ഷണമൊക്കെ സ്പോൺസർ ചെയ്തവരുണ്ട്. അല്ലാഹു അവരുടെ ജീവിതത്തിലുടനീളം അല്ലാഹുവിന്റെ മഹത്തരമായ ഫദ്ലും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ നല്ല മുറാദുകൾ ഹാസിലാക്കി തരുമാറാകട്ടെ. പ്രയാസപ്പെടുന്നവരുടെ പ്രയാസങ്ങളെല്ലാം അല്ലാഹു മാറ്റി തരുമാറാകട്ടെ. രോഗികൾക്ക് അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. നമ്മുടെ പ്രിയപ്പെട്ടവരായ മാതാപിതാക്കൾക്ക് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ മക്കളെ, ഇണകളെ കൺകുളിർമയുള്ള അവസ്ഥയിലേക്ക് മാറ്റി തരുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബനാ തവഫനാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും.